ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കയ്യിൽ ഇതായിരിക്കുന്നത് OnePlus 12R ആണ്. ബട്ട് ഞാൻ ഒരിക്കലും ഒരാൾക്ക് പോലും OnePlus 12R സജസ്റ്റ് ചെയ്യില്ല. ബിക്കോസ് OnePlus 12Rനേക്കാളും ബെറ്റർ ചോയ്സസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. അതായത് OnePlus 12Rനെ നമ്മൾ iQOO Neo 9 Proയുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യാൻ പോവാണ്. ശരിക്കും പറഞ്ഞാൽ പ്രൈസിൽ മാത്രമല്ല പെർഫോമൻസിലായാലും ഫീച്ചേഴ്സിലായാലും വലിയൊരു ഡിഫറൻസ് തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു പൈസ വസൂൽ അല്ലെങ്കിൽ നിങ്ങളുടെ വേർത്ത് അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് വേർത്ത് ആയിട്ടുള്ളത് iQOO Neo 9 Pro ആണ്. എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ OnePlus 12R നോക്കിക്കഴിഞ്ഞാൽ 40,000 രൂപയാണ് ബേസ് മോഡലിൻ്റെ പ്രൈസ്. എന്നാൽ iQOO Neo 9 Pro നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 35,000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനകത്തുള്ള ക്യാച്ച് എന്താണെന്ന് അറിയാമോ? 40,000 രൂപ കൊടുത്ത് വാങ്ങുന്ന OnePlus 12Rൻ്റെ അകത്ത് 128 GB മാത്രമേ ഇൻറ്റർണൽ സ്റ്റോറേജ് ഉള്ളൂ. എന്നാൽ ഏറ്റവും ബേസ് മോഡൽ 35,000 രൂപയ്ക്ക് കൊടുക്കുന്ന iQOO Neo 9 Proയ്ക്കകത്ത് 256 GB ഇൻറ്റർണൽ സ്റ്റോറേജ് ഉണ്ട്. ആദ്യത്തെ സംഭവം. രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ഫോണിനകത്തും സ്നാപ്ഡ്രാഗൺ 8 Gen 2 തന്നെയാണ് പ്രൊസസ്സർ വരുന്നത്. AnTuTu സ്കോർ നോക്കുന്ന സമയത്ത് iQOO Neo 9 Proയ്ക്കകത്താണ് ഏറ്റവും കൂടുതൽ വരുന്നത്, 170,000 പ്ലസും. എന്നാൽ നമ്മുടെ OnePlus 12Rൻ്റെ അകത്ത് 150,000 മുതൽ 160,000 ഒക്കെയാണ് AnTuTu സ്കോർ കാണിക്കുന്നത്. ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ കാരൊക്കെ ഡിഫെൻഡ് ചെയ്ത് കഴിഞ്ഞാലും iQOO Neo 9 Pro ആണ് ഗെയിമിങ്ങിൽ പുരി. ഒന്നാമത്തെ കാര്യം, അതിനകത്ത് 144 FPS നമുക്ക് ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ 900p ഗെയിമിംഗ് എന്ന് പറഞ്ഞൊരു ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ OnePlus 12R ഞാൻ കറൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്, ഞാനത് ഗെയിം കളിക്കുന്നുണ്ട്. ഗെയിം കളിക്കാൻ പറ്റും, കളിക്കാൻ പറ്റൂല എന്നൊന്നും പറയുന്നില്ല. ബട്ട് എന്തൊക്കെയോ നമുക്കവിടെ മിസ്സാവുന്നുണ്ട്, എവിടെയൊക്കെയോ. യെസ്, ഒബ്വിയസ്ലി നമുക്ക് 90 FPS ഗെയിമിംഗ് കിട്ടുന്നുണ്ടെങ്കിലും നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എപ്പോഴും നമ്മളിവിടെ ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുന്നത് 35,000 40,000 5,000 രൂപയുടെ ഡിഫറൻസ്. 5,000 രൂപയുടെ ഡിഫറൻസിൽ എക്സ്ട്രാ കുറച്ച് പരിപാടികൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്മുടെ iQOO Neo 9 Proയ്ക്കകത്തുള്ള റിഫ്രഷ് റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 144 Hz ആണ്. ഇനി നമ്മൾ സിസ്റ്റം യൂസേജിൽ 120 Hz കിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും നമുക്ക് ഗെയിം കളിക്കുന്ന സമയത്ത് 144 Hz കിട്ടും. രണ്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ സിമിലർ തന്നെയാണ്. എന്നാൽ OnePlusൻ്റെ അകത്ത് കുറച്ചുകൂടി സാച്ചുറേഷൻ കൂട്ടിയിട്ടാണുള്ളത്. അത് ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടില്ല. ഇനി ചാർജിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ OnePlusൻ്റെ അകത്ത് 100 വാട്ട്സിൻ്റെ ഒരു സൂപ്പർ വൂക്ക് ചാർജിങ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ iQOOൻ്റെ അകത്ത് 120 വാട്ട്സിൻ്റെ ഒരു Type-C to Type-C ചാർജിങ് സെറ്റപ്പാണ് വരുന്നത്. സോ ബേസിക്കലി ചാർജിങ്ങിൻ്റെ റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ 20 വാട്ട്സ് കൂടുതൽ ഒരു 5,000 രൂപ കുറവായിട്ടുള്ള ഈ ഒരു ഫോണിൻ്റെ അകത്ത് കിട്ടുന്നുണ്ട്. iQOO Neo 9 Proയ്ക്കകത്ത് PD ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, 65 വാട്ട്സിൻ്റെ. ഇനി ക്യാമറയിലേക്ക് വരുമ്പോൾ വലിയൊരു ഡിഫറൻസ് നമുക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റും. നമുക്ക് ആക്ച്വലി OnePlusനേക്കാളും ബെറ്റർ സെൻസർ ഉള്ളത് നമ്മുടെ iQOO Neo 9 Proയ്ക്കകത്താണ്. ശരിക്കും പറഞ്ഞാൽ OnePlusൻ്റെ കാര്യം, OnePlus ഇഫ് യു വാച്ചിങ് യു ഹാവ് ടു ഇംപ്രൂവ് യുവർ R സീരീസ്. ബിക്കോസ് ഈ ഒരു ഫോണിന് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ 11Rനേക്കാളും മോശമായിട്ടുള്ളൊരു ക്യാമറ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്കെന്തോ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ശരിക്കും പറഞ്ഞാൽ 11R ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റും. iQOO Neo 9 Proയുടെ ക്യാമറ സ്പെക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാപിക്സലിൻ്റെ IMX920 ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സെൻസറും പിന്നീട് ഒരു 8 മെഗാപിക്സലിൻ്റെ സെൻസറുമാണ് വരുന്നത്. 1x 2x പോർട്രേറ്റ്, അതുപോലെ തന്നെ സൂപ്പർ മൂൺ, പിന്നീട് നൈറ്റ് മോഡ്, അതും 4K 30 FPS വീഡിയോ എടുക്കാൻ പറ്റും. 8K റെസൊല്യൂഷനിൽ വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും എന്നുള്ളൊരു അപ്ഗ്രേഡും കൂടി ക്യാമറയ്ക്കകത്തുണ്ട്. അതേസമയം നമ്മുടെ OnePlus 12R നോക്കുന്ന സമയത്ത് 50 മെഗാപിക്സലിൻ്റെ IMX890 സെൻസറാണ് വരുന്നത്. അതിന് കൂടെ ഒരു 8 മെഗാപിക്സലിൻ്റെ വേറൊരു ലെൻസും പിന്നീട് ഒരു 2 മെഗാപിക്സലിൻ്റെ ഒരു മാക്രോയും കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ്. പിന്നെ 1x പോർട്രേറ്റ് ആണ് ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്നത്. സൂപ്പർ മൂൺ ടെക്നോളജി പരിപാടികളൊന്നുമില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് 8Kയിലൊന്നും വീഡിയോ എടുക്കാനായിട്ട് OnePlus 12Rനകത്ത് സാധിക്കില്ല. ബിൽഡ് വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ iQOO കുറച്ചുകൂടി ഒരു പ്ലാസ്റ്റിക് പ്ലസ് ഒരു ലെതർ ബിൽഡാണ്. എന്നാൽ നമ്മുടെ OnePlus 12R ഗ്ലാസ് ആണ്. സോ അത് ഒരു പ്ലസ് പോയിന്റ് OnePlus 12Rന് ഉറപ്പായിട്ടും കിട്ടും. പണ്ടൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തതും എന്നാൽ ഇപ്പോൾ പലരും എണ്ണി ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് 5G ബാൻഡുകൾ. നമ്മുടെ iQOO Neo 9 Proയ്ക്കകത്ത് 11 5G ബാൻഡും OnePlus 12Rൻ്റെ അകത്ത് 8 5G ബാൻഡുമാണ് വരുന്നത്. OnePlus 12R എന്ന് പറഞ്ഞ ഫോൺ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. എന്നാൽ ഈ ഒരു പ്രൈസ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 5,000 രൂപ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഫോൺ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. iQOO Neo 9 Pro ക്യാമറ കൊള്ളാം, അതുപോലെ തന്നെ ഗെയിമിങ്ങിന് ബെസ്റ്റാണ്, നല്ല ചാർജിങ് ഉണ്ട്, പിന്നെ കുറേ ഫീച്ചേഴ്സും എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ 11 5G ബാൻഡും ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ 35,000 രൂപയ്ക്ക് കിട്ടപ്പോൾ നമ്മൾ എന്തിനാണ് 5,000 രൂപ കൂടുതൽ കൊടുത്ത് OnePlus 12R എടുക്കുന്നത്? സോ 12Rൻ്റെ കാര്യം മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, 12ൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. 12ൻ്റെ കാര്യം ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരികയാണ്, നിങ്ങളിപ്പോൾ ഒരു ഫോൺ എടുക്കാൻ നോക്കുകയാണ്, 40,000 രൂപ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ആ 40,000 രൂപയിൽ നിന്ന് 5,000 രൂപ നിങ്ങൾ വല്ല ഇയർബഡ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക.
എന്നിട്ട് 35,000 രൂപ കൊടുത്ത് iQOO Neo 9 Pro വാങ്ങുക. ഗെയിമിങ്ങിന് എനിക്ക് തോന്നുന്നു ബെസ്റ്റാണ് മാർക്കറ്റിലുള്ളതിൽ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് തന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തന്നതാണ്. ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ.